love me. Tell me pretty lies, look me in the face, tell me that you love me. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് ഫ്രീ ഫയറിൻ്റെ പാട്ടായിട്ടാണ് ഗൈസ്. അപ്പോൾ നമ്മൾ കുറേ എന്ന് പറഞ്ഞാൽ കുറേ നാളെ നമ്മളിപ്പോൾ ഒരു ഫ്രീ ഫയറിൻ്റെ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു പുതിയ ഗിൽഡിലോട്ട് കയറിയിട്ടുണ്ട്. നൊട്ടോറിയസ് എന്ന് പറഞ്ഞൊരു ഗിൽഡാണ്, സെറ്റ് ഗിൽഡാണ്, 6 ലെവലും. ഞാൻ ലൂഫിയും കയറിയിട്ടുണ്ട്. അപ്പം ഇതാണ് ഇപ്പോൾ എൻ്റെ പ്രൊഫൈൽ, 1000 ലൈക്കായി. അപ്പം ഇതാണ് എൻ്റെ പ്രൊഫൈൽ. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക നമ്മുടെ പ്രൊഫൈലിൽ. അപ്പോൾ ഫ്രീ ഫയർ കളിക്കുന്ന യൂടി പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് ആക്കുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. ഇന്നത്തെ വീഡിയോ ഒരു ചലഞ്ചാണ്. നമുക്ക് ആദ്യം ഇറങ്ങുമ്പോൾ ഏത് ഗണ്ണാണോ കിട്ടുന്നത് ആ ഗണ്ണായിരിക്കും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. പിന്നെ ഈ പുതിയ ഇവൻറ്റ് വരുന്നുണ്ട്, ഹോളിയുടെ ഈ ബണ്ടിൽ വരുന്നുണ്ട്. എങ്ങനെയുണ്ടെന്ന് പറയാം ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗൈസ് ഇവൻറ്റ്? ഞാൻ വലിയ കാര്യമായിട്ട് ഇപ്പോൾ ഈ ഇവൻറ്റ് വന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ അധികം കളിച്ചിട്ടില്ല. അപ്പം CS ഒന്നും ഞാൻ കളിച്ചു നോക്കിയത് ഇവൻ്റെ ആദ്യത്തെ BR ആണ് കളിച്ചു നോക്കുന്നത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ഗൈസ്. അപ്പം നിങ്ങളുടെ മാക്സിമം സപ്പോർട്ടും ചെയ്യുക, ബെല്ലൈക്കണൊക്കെ നിൽക്കുക. എന്നാൽ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ വരും ഗൈസ്. അപ്പം നിങ്ങളത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇതാണ് ഇപ്പോഴത്തെ ഇവൻറ്റ് ഗൈസ്, ഹോളി ഇവൻറ്റ്. എങ്ങനെ ഉണ്ടെന്ന് നമ്മുടെ ഞാൻ ചുമ്മാ നോക്കി പോലില്ല. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഗൈസ്. അപ്പം നമ്മൾ ഇപ്പോൾ ഇടാൻ പോകുന്നത് ക്ലോക്ക് ടവറിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ക്ലോക്ക് ടവറിൽ നിന്ന് പോയിട്ട് നമ്മൾ ഏത് ഗണ്ണാണ് ആദ്യം കിട്ടുന്നത് ആ ഗണ്ണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഗൈസ്. ആദ്യം നല്ല ഗണ്ണ് കിട്ടിയാൽ മതി ഗൈസ്. ഷോർട്ടും ലോങ്ങും കിട്ടണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഏതെങ്കിലും നല്ല ഷോട്ടില്ലാത്ത ലോങ് മാത്രമുള്ള ഗണ്ണോ ഷോട്ട് മാത്രമുള്ള ഗണ്ണൊന്നും കിട്ടും. ഷോട്ട് ആയെങ്കിലും പിന്നെ കുഴപ്പമില്ല, ലോങ് ഫുള്ള് കിട്ടിക്കഴിഞ്ഞാൽ ചടങ്ങായിരിക്കും. അപ്പം നമുക്ക് ഇതിനകത്ത് 2 ലൈവ്സ് ഉണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം എത്തി കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത് കിട്ടുമ്പം നമ്മൾ ബൈസം കിട്ടുന്നുണ്ട്. നമുക്ക് ആ കണ്ണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മൂന്നാമത് ചാകുമ്പം നമ്മൾ റിവൽ പോയിൻ്റ് എടുത്ത് കഴിഞ്ഞിട്ട് കിട്ടുമ്പം മാക്ടം കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ബൈസം മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, മാക്ടം ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം അതാണ് മാക്ടം മാറ്റാം. പിന്നെ നമുക്ക് നമുക്ക് കിട്ടുന്ന നമുക്ക് എങ്ങനെ കിട്ടുമ്പം ബിന്യൂസി മാറ്റാം. അത്രയും കണ്ടു നമ്മുടെ ഗൈസ്. നമുക്ക് ഓക കിട്ടിയ ഗൈസ് പണി അങ്ങനെയാണ് ചേർത്ത് പെട്ടു. രണ്ടും ലോങ് M4A1 ഓകും, അതും 2 ഷൊണ്ണ ഗണ്ണുകൾ ഗൈസ്. നമ്മൾ മിനിയൂസി മാറ്റിക്കോട്ടെ ഗൈസ്. നമ്മൾ ജനിച്ചപ്പോൾ കിട്ടിയതല്ല ഗൈസ്, നമുക്ക് കൂട്ടണം. നമ്മൾ സാധാരണ എപ്പോഴും ജനിക്കുമ്പോൾ വരുമ്പോൾ ഒന്നും കിട്ടത്തില്ലല്ലോ, അതുപോലെ അങ്ങ് ആക്കിയാലോ ഗൈസ്. രണ്ടാമത് ജനിക്കുമ്പോൾ എല്ലാ പണ്ട് പോലെ അങ്ങനെയായിരുന്നു, ഏതെങ്കിലും കണ്ടു കിട്ടും. അത് പൈസനായിട്ട് നമുക്ക് കൂട്ടുന്നു. അപ്പോൾ നമ്മൾ ഗൈസ് മാറ്റിക്കോട്ടെ ഗൈസ്. നിങ്ങളുടെ അത് ഫെയർ അല്ലെങ്കിൽ നമ്മൾ മാറ്റുന്നതായിരിക്കും ഗൈസ്. ഒന്നും കൂടെ നമ്മൾ ഈ ചലഞ്ച് അയക്കുന്നത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ഫെയർ ആണോ അൺഫെയർ ആണോ എന്ന്. അപ്പോൾ നമ്മൾ ഈ കണ്ടെടുത്തിട്ടുണ്ട് ഗൈസ്. അടിയിലെടുത്തിട്ടുണ്ട്, അവന് തീർക്കാം ഗൈസ്. അയ്യോ അവനെ ഉള്ളുന്നല്ലടാ, ഒരിക്കലടി പോലും കാണുന്നില്ല. ചത്തടാ 28 HP വിട്ട് ഗൈസ്. 28 HP ഉള്ളടാ അവന് ഗൈസ്. ആ ലോങ് അല്ല അവന് ഷോട്ടും എല്ലാം കിട്ടിയത്. ആ ബൈസണുണ്ട് ഗൈസ്, നമ്മുടെ ഈ ബൈസണുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് റിവൈവൽ പോയിൻ്റ് എടുക്കാൻ കൊള്ളാം ഗൈസ്. നമുക്കൊന്ന് റിവൈവൽ പോയിൻ്റിൽ നിന്നും എടുക്കാം. നോക്കാം. അവിടെ ഇനിമുണ്ട്, ആ റിവൈവൽ പോയിൻ്റിൽ നിൽക്കാൻ നോക്കുന്നെങ്കിൽ നമുക്ക് എങ്ങനെ കടിക്കാം. അവിടെ ഇവിടെ നിന്ന് എനിക്ക് XM8 കിട്ടി, ഞാൻ രക്ഷപ്പെട്ടു. അവിടെ ഇവൻ ബേഗാനെ കിട്ടിയിരുന്നെങ്കിൽ ചത്തേനെ. XM8 ഇടണം ഗൈസ്, അത് ലക്കാണ് പ്രോപ്പർ ലക്ക്. XM8 ഇടുന്നുണ്ട്. നമുക്ക് ജനിച്ചപ്പോഴെ കിട്ടിയ 2 ഗൺസാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. MP40 ഉണ്ട്, അത് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് ഗൈസ്. പക്ഷേ ഗൈസ് പൈസ നമുക്കൊന്ന് പിടിച്ചേക്കാം. ചത്തിയത്തില്ല ഗൈസ്. ഓക്കെ കൊന്നു ഗൈസ്. ഡബിൾ ടേക്ക് അവിടെ വേറെ ഒന്നടി ഗൈസ്. ലോങ്ങിൽ അടിക്കുന്ന ഗൈസ് അവൻ. ഗൈസ് നമുക്കൊരു റിവൈവൽ എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ആ സീനായി റിവൈവൽ എക്സ്ട്രാ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് രക്ഷപ്പെട്ടു. അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്, നമുക്ക് എന്തെങ്കിലും കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ. അപ്പം ഈ ചലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പം ഇതുപോലത്തെ വേറെ ചലഞ്ചസ് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ പറയാം ഗൈസ്. അപ്പം നമ്മൾ അതുപോലത്തെ വേറെ 2-3 ഫ്രീ ഫയർ ചലഞ്ചസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഗൈസ്. പിന്നെ ഫ്രീ ഫയറിൽ വല്ല കണ്ടൻറ്റ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ വേറൊരു ചലഞ്ചൊക്കെ ആയിട്ട് നിങ്ങൾക്കറിയാം ലൂഫി ആൻഡപ്പൻ ഫൈറ്റ് അവൻ്റെ യൂട്യൂബ് ചാനൽ ചെക്ക് ചെയ്യുക.
അവരായിട്ടൊക്കെ വീഡിയോ ഇടുന്നതായിരിക്കും ഗൈസ്. അപ്പം നിങ്ങളത് വെയിറ്റ് ചെയ്യുക ഗൈസ്. അപ്പം അങ്ങനത്തെ കൊളാബറേഷനായിട്ടുള്ള വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ അതിനു വേണ്ടി ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വെക്കാം. ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൈസ്. അതാണ് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പം ആദ്യം ഇടുന്ന കമൻറ്റിനൊക്കെ ഞാൻ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും ഗൈസ്. അപ്പം ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. ഇവിടെ 2 കില്ലെടുത്തു. നല്ല ഗൺസും ഉണ്ട്, XM8 ഉണ്ട്, ബൈസും ഉണ്ട്. രണ്ടും നല്ല ഗണ്ണാണ്, എനിക്ക് ഉപയോഗമുണ്ട്. ഓക്കെ, നമുക്ക് ബുള്ളറ്റെല്ലാം എടുത്തേക്കാം. നമുക്ക് ലൂട്ട് അടിക്കാം, പക്ഷേ വേറെ ഗണ്ണ് മാറ്റാൻ പറ്റില്ല. അതാണ് ഇവിടെ സ്കാർ കിടക്കുന്നോ. XM8 മറ്റേ സ്കാർ എടുക്കാൻ സാധനം XM8 ഇവിടെ കുറച്ച് ലൂട്ടുണ്ട്. ഇനിയെല്ലാം എടുത്തേക്കാം. ഇതിനകത്ത് എന്താ കിട്ടുന്നത് ഗൈസ്? M4A1 ലെവൽ 3 ചിപ്പടാ. M4A1 ലെവൽ 3 ചിപ്പ് ഗൈസ്. ഗൈസ് നോക്കടാ. സോറി ഗൈസ്, അറിയാതെ സ്വിച്ച് ആക്കിയതാണ്. ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ അത് കഴിഞ്ഞേക്ക് ഞാൻ ഉപയോഗിച്ചാൽ അത് ചുമ്മാ മാറത്തൊന്നുമില്ലായിരുന്നു, അറിയാതെ മാറിപ്പോയിട്ടാണ് ഗൈസ്. അത്ത പിടിച്ച ക്ലിക്ക് ചെയ്ത് അറിയാതെ. സോറി, നമ്മൾ മാറ്റുന്നില്ല, നമ്മളെ റൂളാണ് ഗൈസ്. വണ്ടി നമ്മൾ ഇടിക്കാൻ നോക്കിയ ഗൈസ്. നമുക്ക് വണ്ടി പൊട്ടിക്കട്ടെ. ഇറങ്ങി. XM8 2 ഡാം എടുത്തുണ്ട്. ഓടുന്ന അവൻ്റെ എന്താണ് കണ്ട് XM8 കുത്തി പിടിച്ചോണ്ട് ഗൈസ്. നമ്മൾ XM8 കുത്തി പിടിച്ചിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കുത്തിപ്പിടിച്ചാണെന്ന് വിചാരിക്കേണ്ട ഗൈസ്. നമ്മൾ വൺ ടാപ്പൊക്കെ അടിക്കും, നമുക്കറിയാമല്ലോ വൺ ടാപ്പൊക്കെ അടിക്കുന്ന വീഡിയോസൊക്കെ ഉണ്ട്. അതിൻ്റെ വൺ ടാപ്പ് വീഡിയോസൊക്കെ വേണമെങ്കിൽ പറയാം ഗൈസ്. ഫുൾ AVR ഫുള്ള് വൺ ടാപ്പ് അടിക്കുന്നു, CS ഫുള്ള് ഹെഡ് ഷോട്ട് മാത്രമുള്ള വീഡിയോസുള്ള ചലഞ്ചസൊക്കെ നമ്മൾ എടുക്കുന്നതായിരിക്കും. അടുത്ത ചലഞ്ചൊക്കെ വേണം ചെയ്യാതെ. ഞാൻ വെറൈറ്റി ചലഞ്ചസ് ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ചെയ്യുക ഗൈസ്. എനിക്കിപ്പം കണ്ടൻറ്റ് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് അതിൽപ്പെടാതെ. നിങ്ങൾ വല്ല കണ്ടൻറ്റ്സൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഫ്രീ ഫയറിൽ കണ്ടൻറ്റ് ചെയ്യാം. ഏത് വേറെ നല്ല ഗ്രാഫിക്സ് ഉള്ളൊരു ഗെയിം ഉണ്ടെങ്കിൽ, മൾട്ടിപ്ലെയർ ഗ്രാഫിക്സോ എങ്ങനത്തെ ഉള്ള ഗെയിം ഉണ്ടെങ്കിൽ നിങ്ങളത് പറയുക ഗൈസ്. നമ്മൾ ആ ഗെയിം ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും ഗൈസ്. നമുക്ക് ഇവിടെ ഡ്രോപ്പ് വീഴും. ആ ഡ്രോപ്പ് ചെയ്ത ഗൈസ് നമുക്ക് ലെവൽ 5 വെസ്റ്റ് ഹെൽമെറ്റും കിട്ടും. അതുകൂടിയാണ്, അതെടുക്കാം. ഇപ്പം ഡ്രോപ്പ് വീഴും. നമുക്ക് അവിടുത്തെ ആ കോയിൻ എടുത്തേക്കാം. ആ സമയം കൊണ്ട് ഗൈസ് നോക്കട്ടെ. ഇപ്പം ഡ്രോപ്പ് വീഴും. ഓക്കെ, ഇവിടെ എന്താ ലൂട്ട് എടുപ്പണല്ലോ ഗൈസ്. ബുള്ളറ്റ് എന്തൊക്കെയോ ഉണ്ട്. അതെ, ഡ്രോപ്പ് കൊണ്ടുണ്ട്. പൈസ അങ്ങ് പോയെടുക്കാം. അതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തീരും ഗൈസ്. ഇപ്പോൾ അപ്ഡേറ്റിൽ വന്ന ആ ലെവൽ 5 വെസ്റ്റ് കിട്ടുന്ന ഡ്രോപ്പ് നിമിഷം നേരം കൊണ്ട് അത് കംപ്ലീറ്റ് ആകും ഗൈസ്. കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ സാധാരണ ഡ്രോപ്പിനേക്കാൾ സ്പീഡിൽ ഡ്രോപ്പ് എടുക്കാൻ പറ്റും. നോക്കിയോ. ഇപ്പോൾ പില്ലർ ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ XM8 എടുക്കുക, പൊട്ടിക്കുക. കണ്ടോ, ഒരെണ്ണം പൊട്ടിച്ച് ഇതിനുള്ളിൽ കയറി നോക്കി. അതുപോലെ തന്നെ ആ സാധനം പൊട്ടിക്കുന്നത് കഴിയാറായി. കഴിഞ്ഞ ഗൈസ്. അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ കഴിയും കേട്ടോ. അത് കംപ്ലീറ്റ് ആയി. ഡ്രോപ്പ് എടുത്ത് കഴിഞ്ഞ ഗൈസ്. ഡ്രോപ്പ് എടുത്ത് നമുക്ക് ലെവൽ 5 വെസ്റ്റും കിട്ടി, ഹെൽമെറ്റും കിട്ടി. നമുക്ക് ഓടാം. ഇനി വേറെ ഒന്നും കിട്ടാനില്ല. ഇതിൽ നിന്ന് ആ പടം ഈ സാധനം മാത്രമേ കിട്ടുള്ളൂ. ഗണ്ണൊന്നും കിട്ടില്ല ഗൈസ്. ഗണ്ണ് കിട്ടിയിരുന്നെങ്കിൽ എന്താ മാക്സ് XL എന്താ ബൈ എന്ന് പറഞ്ഞ ഏതെങ്കിലും അപ്ഗ്രേഡായ വല്ല സാധനം കിട്ടിയിട്ടുള്ളായിരുന്നു. അതുകൊണ്ടില്ല, നമുക്ക് നേരെ വല്ലതും പോയെടുക്കാം. നാളെ സിപ്ലൈന് കണ്ട ഗൈസ്. ലെവൽ 5 വെസ്റ്റ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതാണ്. അപ്പം ഫ്രീ ഫയറിൻ്റെ വീഡിയോസൊക്കെ വേണമെങ്കിൽ പറയാം ഗൈസ്. അപ്പം ഗണ്ണ് മാറ്റാൻ പറ്റിയ ഗൈസ്. എല്ലാവരും VS എടുക്കായിരുന്നു ഗൈസ്. ഇവിടെ ഗണ്ണ് മാറ്റിയിട്ട് ഉപ്പൊക്കെ എടുക്കാമല്ലോ. ഇതിവിടെ ഇറങ്ങിയില്ലെങ്കിൽ ഷോട്ടും കിട്ടും, ലോങ് കിട്ടും. പക്ഷേ നമ്മൾ ഈ അടുത്ത വീഡിയോസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ സ്ഥലത്ത് ഇറങ്ങാം. അതാണ് നമുക്ക് അതിനകത്ത് ഷോട്ടും കിട്ടും, ലോങ്ങും കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചലഞ്ചിൻ്റെ പാർട്ട് 2 നമ്മൾ ഇറക്കുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് ഇവിടെ ഇറങ്ങാം. അത് നമുക്ക് നല്ല ഷോട്ടും കിട്ടും, ലോങ് കിട്ടും. പക്ഷേ നല്ലത് കിട്ടാൻ പാടാണ്. നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, നമുക്ക് പോകാം. നമുക്ക് സോണിലാണ് ഗൈസ്. നമ്മൾ സോണിൽ പെട്ടുപോയി. സോണിൽ ഗൈസ്. വേണ്ടിട്ടിരിക്കട്ടെ, സോണിൽ പെട്ടു. നമ്മൾ ഇനിയിപ്പോൾ സോണിൽ നിന്ന് ഇറങ്ങട്ടെ ഗൈസ്. അവിടെ എന്താ കുളിവാളൊക്കെ കാണുന്ന ഗൈസ്. എന്ത് ഫൈറ്റാണ് ഗൈസ്. ഫൈറ്റ്. ഒരു ഹെഡ് അടിച്ചിരുന്നെങ്കിൽ ഞാൻ ചത്തേനാടാ. ഒരു ഹെഡ് പോലും കയറുന്നില്ലല്ലോ ഗൈസ്. ഇപ്പം ഗൈസ് അല്ല ഒരുപാട് പൊട്ടിക്കുന്നുണ്ട്. ഇങ്ങനെ അടി കിട്ടിയോ എനിക്ക് ഗൈസ്? എന്ത് ചെയ്യും? വേറെ എനിമീസും ഉണ്ട് അവിടെ. ആ സൈഡ് ഫുൾ എനിമീസാണ് ഗൈസ്. ആ ഫുൾ സൈഡ് ഫുള്ള് നോക്കിയിട്ട് കാര്യമില്ല, ഫുൾ എനിമീസായി. ഇപ്പം 18 ലീവുണ്ട്, 3 കില്ലുണ്ട് ഗൈസ്. ഓക്കെ, ഇവിടെ വണ്ടി പൊട്ടിക്കാറുണ്ടാൽ മതി. അവിടെ പറഞ്ഞില്ല, അപ്പോഴേ പൊട്ടിച്ച് വണ്ടി. ഇനി വണ്ടി എടുത്ത് വന്നില്ല ഗൈസ്. എങ്ങനെയെങ്കിലും പോകണം ഗൈസ്. ആ സമയം എന്താണെന്നില്ല ഗൈസ്.
അവിടെ അവനവിടെ ക്യാമ്പ് ചെയ്യണം, വിൻഡസ്റ്ററും പിടിച്ച് ഇവിടെ കൊള്ളൻ ക്യാമ്പ് ചെയ്യണം ഗൈസ്. നമുക്കിനി ഇവിടെ ഇറങ്ങണം ഗൈസ്. നമുക്ക് അവിടെ ഇറങ്ങിയേക്കാം. സോൺ അവിടെ ആയിരിക്കും വരാൻ സാധ്യത. ആ ഡ്രോപ്പ് എടുക്കുക, സോണും എടുക്കുക, സോണും കിട്ടുമായിരിക്കും. ആ ഡ്രോപ്പ് എടുക്കാം ഗൈസ്. ഓക്കെ, ഈ വാട്ടറത്തോടെ എനിമി ഉണ്ടോ? അവിടെ എനിമി ഉണ്ട് ഗൈസ്. നമുക്ക് എടുക്കാൻ പറ്റുന്ന തോന്നുന്നില്ല ഗൈസ്. ഞാൻ പറഞ്ഞില്ല, മൂന്നാമത് ജനിക്കുവാണെങ്കിൽ മാക്ടൺ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഗൈസ്. മാക്ടൺ വരെ വേറെ കണ്ണെടുക്കണം. ഇത് കണ്ട ആ ഡ്രോപ്പിൽ നിന്ന് വല്ല നല്ല കിട്ടിയാലോ, നല്ല കിട്ടുമായിരിക്കും ഗൈസ് എന്ന് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നമുക്കിപ്പോൾ അതെടുക്കണ്ട. ദസ് ബ്രില്യൻ പ്ലാൻ ഗൈസ്. അത് ബ്രില്യൻ പ്ലാനാണ് എനിക്ക് തോന്നുന്നു. അത് നമുക്ക് ബൈസൺ എന്തെങ്കിലും ഉണ്ട്. എൻ്റെ ഫ്രണ്ടിലൊക്കെ ഫുൾ എനിമിയാണ് ഗൈസ്. നമ്മളിപ്പം ബുയി അടിക്കുക ഗൈസ്. ഈ മാച്ച് ബുയി അടിച്ചാൽ നിങ്ങളൊരു സബ്സ്ക്രൈബും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യും. ബുയി അടിച്ചില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്തു. നമ്മൾ അത്രയും കഷ്ടപ്പെടാണ് നമ്മളൊരു കണ്ടന്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക, ബെല്ലൈക്കൺ ഞെക്കുക. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ കാര്യമായിരിക്കും. അപ്പം നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ എനിമി ഉണ്ട്. അവൻ സോണിയ ബമ്പിട്ട് അവൻ ചത്തെന്ന് തോന്നുന്നു കേട്ടോ. അവൻ ചത്താൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവൻ നമ്മളെ കൊന്നുകളിപ്പം. അവിടെ ആരെയും കാണുന്നില്ല. ഡ്രോപ്പ് പോയി അവിടെ ഡ്രോപ്പിൽ നല്ല വെല്ലം എന്തെങ്കിലും കണ്ടിട്ട് അവിടെ ലോങ്ങോ എല്ലാം കളഞ്ഞിട്ട് പോയാൽ മതിയല്ലോ. ഇടവിളിയോ എന്തെങ്കിലും ഇടവിളി എന്തായാലും എടുത്ത് കിട്ടിയെടുത്തോ. അവിടെ എംട്ടനടാ. അപ്പം എന്തോ ഷോട്ടാണ് കിട്ടിയവന് തോംസനങ്ങടെ. അവിടെ ഫുൾ എനിമിയോടോ. ഇങ്ങനെ തിരിച്ചു കൂടാ. അതിൻ്റെ എൻ്റെ പൊക്കത്തൊക്കെയാണ് ഗൈസ് വന്ന് കിടക്കുന്നത്. ഗൈസ് പെട്ടു. അവിടെ ആരെയും കാണാതെ പോകാൻ മതിയായിരുന്നേ ഗൈസ്. ആരെയും കണ്ടാൽ പിന്നെ പ്രശ്നമായിരിക്കും ഗൈസ്. ഓക്കെ, ഇടയ്ക്ക് ഞാൻ എടുത്തിറക്കി എടുക്കാൻ പറ്റില്ല, നടക്കൂല. എന്നാൽ അവിടെ 7 പേരുള്ള 7 അലൈവാണ്. അവിടെ നിന്ന് അടിയിട്ട് അവനിപ്പം ചാവും. അവൻ ചത്തെന്ന് തോന്നുന്നു. കോടെ കാണിക്കുന്നില്ല. അവൻ ചത്തു. അവിടെ ആളുണ്ട്. അതിൽ അപ്പോൾ ഫ്രണ്ടിൽ ഫുൾ എനിമാണ് ഗൈസ്. നമ്മളിവിടെ നിന്ന് മെണ്ടടിക്കട്ടെ ഗൈസ്. അപ്പം നമ്മുടെ ബുയി അടിക്കുമോ ഇല്ലയെന്ന് പറയാം. 6 അലൈവേ ഉള്ളൂ, വെറും 6 അലൈവേ ഗൈസ്. ബുയി അടിക്കുമോ ഗൈസ്? നമ്മൾ ബുയി അടിച്ചാൽ കൊള്ളായിരുന്നു ഗൈസ്. ബുയി അടിക്കാൻ പറ്റുമോ ഗൈസ്? വെയിറ്റ് ആൻഡ് സീ ഗൈസ്, വെയിറ്റ് ആൻഡ് സീ. ഇത് അവിടെയൊക്കെ ഫുൾ ഫൈറ്റാന്ന് തോന്നുന്നു ഗൈസ്. അവിടെയൊക്കെ ഫുൾ ഫൈറ്റാണ് ഗൈസ്. അവിടെ ഈ സൈഡിൽ നമ്മുടെ ഏതൊരുത്തും അവിടെ ഫുള്ള് ഫൈറ്റാണ്. അവിടെ ബൈക്ക് എടുത്ത് പോകുന്നു തോന്നുന്നു. നമുക്കിവിടെ കിട്ടിയില്ല. ഓടുന്ന അജി ഒരടി പോലും വിളിച്ചില്ലടാ, ഒരടി പോലും ഗൈസ്. അവനകത്ത് കയറി ബീറ്റ്. ഓക്കെ ഗൈസ്, നമ്മൾ അവനെടുത്തിട്ടുണ്ട്. നമ്മളങ്ങനെ 4 കില്ല് എടുത്തിട്ടുണ്ട്. അപ്പം കഷ്ടപ്പെടാണ് നമ്മൾ 4 കില്ല് എടുത്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം ഷെയറോ സപ്പോർട്ടൊക്കെ ചെയ്യുക. അപ്പോൾ ടോപ്പ് 3 നമ്മൾ കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ 2 പേരും അടിച്ചില്ല. ബുയ്യാണ് നമുക്ക് 2 പേരെയും നമ്മൾ അടിച്ചെടുത്താൽ ബുയി അടിക്കുക ഗൈസ്. നമ്മൾ 2 പേരെയും എടുത്താൽ ഗൈസ്. ഇത് നമ്മൾ വിളിക്കും ഗൈസ്. എന്തോ ഭയങ്കര പിങ് അടിക്കുന്നു ഗൈസ്. ഇതോപോലെ ചതിച്ചേക്കല്ലേ നെറ്റ്. ഇപ്പം ബുയ പോവോ ഗൈസ്? നമ്മുടെ സോണ് പോയടാ നെറ്റ് ചതിക്കുന്നടാ ഗൈസ്. നെറ്റ് ചതിക്കുന്നു ഗൈസ്. 999+ പിങ്ങടാ ഗൈസ്. നെറ്റ് ചതിക്കുന്നില്ലേ? ചതിക്കല്ലേ ചതിക്കല്ലടാ ഗൈസ്. അവിടെ വെച്ച വൈഫൈ പോയില്ലായിരുന്നെങ്കിൽ നമ്മൾ ബുയി അടിച്ചേനെ ഗൈസ്. നമ്മൾ ടോപ്പ് 3 കയറി 43+ കിട്ടി ഗൈസ്. നമ്മുടെ എലൈറ്റ് ഹീറോയ്ക്ക് ലോബിയിൽ നമ്മൾ ഫസ്റ്റ് കിട്ടുന്ന ഗണ്ണ് വെച്ച് മാത്രം 43+ കിട്ടി ഗൈസ്. നമ്മൾ ടോപ്പ് 3 കയറിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം എല്ലാവരും മാക്സിമം ലൈക്കും ഷെയറും സപ്പോർട്ടൊക്കെ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ചലഞ്ചസ് വീഡിയോസ് വേണമെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. അപ്പം വേറൊരു വീഡിയോ നിങ്ങൾക്ക് കാണാം. അപ്പം ഈ വീഡിയോസ് ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യുക. അപ്പം ദാറ്റ്സ് ഓൾ. ബൈ ഗായ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.